ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഒരു ചെറിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പം വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കൊച്ചു കൊച്ചു സ്വപ്നങ്ങളൊക്കെയാണ്. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെയൊക്കെ ഒന്ന് കാണാന്. നമുക്ക് വേണ്ടേ ഇതുപോലെ ഒരു 7ാം മാസ ചടങ്ങ് എന്ന് ആദർശ് ചോദിച്ചപ്പോൾ നമ്മുടെ നയന പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മുടെ നയന പോകാൻ വേണ്ടി തുടങ്ങാണ്. ഈ സമയത്താണെങ്കിൽ ഭയങ്കര സന്തോഷം. ആർക്ക്? ജാനകിക്കും ജലജയ്ക്കും. ജാനകിയും ജലജ എന്ത് ചെയ്തു? ജലജ ആട്ടോ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യ, നീ പെട്ടെന്ന് നിന്റെ മരുമകളെ വിളിച്ച് പറയ്, അനാമികനെ വിളിച്ച് പറയ്, അവള് പെട്ടെന്ന് ഇങ്ങോട്ട് പോരട്ടെ. കാരണം ആ പെങ്കൊച്ചിന് സ്വസ്ഥമായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ കുറച്ച് ദിവസങ്ങളാണല്ലോ ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം രണ്ടും കൂടി ഇവിടെ നിന്ന് കെട്ടി പോവല്ലേ. അപ്പൊ പിന്നെ അനാമിക മോളെ അവിടെ നിർത്തണ്ട, അവളോട് പറഞ്ഞിട്ടുണ്ട് അവള് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ഇവൾമാരൊക്കെ ഉള്ളത് കൊണ്ടാ ആ പെങ്കൊച്ചിന് ഒരു സ്വൈര്യം ഇല്ലാത്തത്. അപ്പൊ ജാനകി പറഞ്ഞു, ശരിയാണല്ലോ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ സന്തോഷ വാർത്ത മോളെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി നേരെ അനാമികയെ വിളിക്കുകയാണ്. അപ്പൊ അനാമിക ഫോൺ എടുത്തിട്ട്, എന്താ, ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിർബന്ധിക്കാനാണോ അമ്മ വിളിച്ചതെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അവളില്ലേ ആ പെരച്ചവള് മൊട്ടച്ചി, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്? അല്ല മോളെ, മോള് ഇപ്പൊ വന്നില്ലേലും കുഴപ്പമില്ല, പക്ഷെ മോള് വരണം. കുറച്ച് നേരം കൂടെ കഴിയുമ്പം അവൾമാരൊക്കെ പോവല്ലേ. അവൾമാര് ആരൊക്കെ? ആ നയനെ അവിടെ ഉണ്ടല്ലോ, നവ്യല്ലേ പോകുന്നുള്ളൂ. അങ്ങനെയല്ല മോളെ, ദേ ഇവിടുന്ന് നയനയും പോകുന്നുണ്ട്. അവളും കുറച്ച് ദിവസത്തേന് അവളുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോവുക. അവളുടെ അമ്മയ്ക്ക് എന്തോ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ആന്നൊക്കെ പറയുന്ന കേട്ടു. എന്ത് കോപ്പെങ്കിലും ആട്ടെ, അവള് പോവുക. അപ്പൊ പിന്നെ മോൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? മോള് ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരെ. ഇനി മോളുടെ ദിവസം, മോള് അവളില്ലാത്ത ദിവസം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ മനസ്സ് കീഴടക്കണം. അവരുടെ മനസ്സിൽ കയറി പറ്റണം. അവള് തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും അവക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മോൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പൊ എങ്കിൽ പിന്നെ ശരിയമ്മേ, വെച്ചേരെ, ഞാന് അവളുള്ളതുകൊണ്ടാട്ടോ ഞാൻ വരാത്തത്. ആ മുട്ടച്ചീനെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. ഏതായാലും ഞാൻ അവരെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഉടനെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് രേവതി ചോദിച്ചു, ആരാ വിളിച്ചത് മോളെ? അനന്തപുരി തറവാട്ടിൽ നിന്നാണോ? അതെ അതെ, എന്റെ അമ്മായിയമ്മ ആ പീറ തള്ളയെ വിളിച്ചത്. ആ തള്ള പറയാ, ആ നയനയില്ലേ, അവളും നവ്യയുടെ കൂടെ പോവാണെന്ന് വീട്ടിലേക്ക്. ആണോ? അവളെന്തിനാ ഇപ്പൊ പോകുന്നത്? നമുക്കെന്താ, അവള് പോകുന്നത് തന്നെയാ നല്ലത്. അവളുടെ തിരുമോന്ത കാണണ്ടല്ലോ. എനിക്ക് അവളുടെ തിരുമോന്ത കാണുന്നതേ കലിയ. നവ്യയും നയനയും ഒക്കെ കണക്കാ. അതുകൊണ്ട് രണ്ടുപേരും ഇല്ലാത്ത ദിവസം ഞാൻ അങ്ങോട്ടേക്ക് പോകാം. എങ്കിൽ പിന്നെ മോളോട് ഞാനൊരു കാര്യം പറയട്ടെ, അവര് രണ്ടുപേരും അവിടെ ഇല്ല. മരുമകളായിട്ട് മോള് മാത്രമേ ഉള്ളൂ. മോക്ക് പറ്റിയ അവസരമായത്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അതുപോലെ വല്യമ്മയുടെയും ഒക്കെ മനസ്സ് കീഴടക്കാന്. അത് തന്നെയാ എന്നോട് എൻ്റെ അമ്മായിയമ്മയും പറയുന്നത്. ആ തളയ്ക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് അതൊക്കെ പറഞ്ഞു തരുന്നത്. ഞാനൊരു കാര്യം പറയാം, അവരുടെ മനസ്സ് നീ കീഴടക്കണം. അവരുടെ മനസ്സ് മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരുപാട് സ്വർണവും പണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മോള് പിടിച്ചു മേടിക്കല്ല, അത് നിനക്ക് തരും. നീ സോപ്പിട്ട് ഒരു പരുവാകണം. പിന്നെ അവർക്കെന്തോ ഒരുപാട് സ്വർണങ്ങളൊക്കെ ഇരിക്കുന്ന ഏതോ ഒരു അറയുണ്ടെന്നാ പറഞ്ഞത്. ആ അറയും താക്കോലും ഒക്കെ മോള് കണ്ടുപിടിക്കുക. ഈ 2-3 ദിവസമെങ്കിൽ 2-3 ദിവസം കൊണ്ട് മോൾ അവിടെ മാറ്റിമറിക്കണം. എല്ലാവരും മോളെ സ്നേഹിക്കണം. അതിനുവേണ്ടിയുള്ള ചില പൊടിക്കൈയൊക്കെ ഈ അമ്മ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്താണെങ്കിൽ അനന്തപുരി തറവാട് വീണ്ടും കാണിക്കാനാട്ടോ. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പലഹാരങ്ങളൊക്കെ എടുത്ത് വാരിക്കെട്ടി പിറക്കി വെക്കുകയാണ്. നമ്മുടെ നയനയാണെങ്കിൽ പെട്ടിയൊക്കെ ആയിട്ട് വന്നു. നയനയുടെയും നവ്യയുടെയും കുറെ പെട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് നേരെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ചങ്കു പൊട്ടിയാണ് നമ്മുടെ ദേവയാനി നിൽക്കുന്നത്. ദേവയാനിക്ക് കാണാൻ ഒരിക്കലും എന്താ പറയാ, ചിന്തിക്കാത്തൊരു കാഴ്ചയാണ് നമ്മുടെ ദേവയാനി കാണുന്നത്. ദേവയാനി ഇപ്പൊ കരയും ഇപ്പൊ കരയൂല, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെ ഏതായാലും നമ്മുടെ കനക പറഞ്ഞു, എങ്കിൽ പിന്നെ മോളെയും കൊണ്ട് മക്കളെയും കൊണ്ട് ഞാനങ്ങ് പോവാണ് കേട്ടോ. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നയന മോളെ തിരിച്ചു വിട്ടേക്കാം. പിന്നെ മോളിവിടെ നിൽക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മോള് പോകുന്നത് കൊണ്ട്, എൻ്റെ 2 മക്കളും ഇവിടെ നിന്ന് വരുന്നത് കൊണ്ട് സന്തോഷമുള്ളൂ. കണ്ടില്ലേ ഓരോരുത്തരുടെ മുഖം, അത് കണ്ടാൽ മനസ്സിലാവും എന്ന് പറയുമ്പോഴത്തേക്കും മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്, കനകെ നീ അതൊന്നും കാര്യമാക്കണ്ട. അവരെ എന്തെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും കാണിക്കട്ടെ, പക്ഷെ മോളില്ലാത്ത ഈ 3-4 ദിവസം ഞാനും നിന്റെ മുത്തശ്ശിയൊക്കെ ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന എനിക്ക് അറിയില്ല നയന മോളെ. നീ പോയിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. സത്യത്തില്
ആദർശിന് ഉറക്കമില്ലാത്ത രാത്രിയാണെങ്കിൽ ഞങ്ങൾക്കും ഉറക്കമില്ലാത്ത രാത്രി തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ മെഡിസിനൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കഴിക്കണം. ഞാൻ എല്ലാം കറക്റ്റ് സ്ഥാനത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. 3-4 ദിവസത്തേനുള്ളത് എല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കഴിച്ചോണം കേട്ടോ. മുത്തശ്ശനെ മരുന്ന് കഴിപ്പിക്കാൻ ഓർമ്മിക്കണേ. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും മോള് കൊടുക്കുന്ന പോലെ കറക്റ്റ് സമയത്ത് ഓർത്ത് വെച്ചൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെന്നൊക്കെ വരും. അത് സാരമില്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിനെ ഇടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ ചങ്ക് പൊട്ടിയാണ് കേട്ടോ ഇറങ്ങുന്നത്. ചങ്കിനകത്ത് സത്യം പറഞ്ഞ തീഗോളം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനിയുടെ. അങ്ങനെ ഇറങ്ങി പോവുകയാണ്. നമ്മുടെ നയന തിരിഞ്ഞു നോക്കുന്നു, ദേവയാനി അവിടെ നിന്ന് നോക്കുന്നു. വല്ലാത്തൊരവസ്ഥ. ഇതിനിടയിൽ കനകദുർഗയും നന്ദുവും കൂടെ കണ്ണിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. ഇവരെ രണ്ടുപേരുടെയും ഓരോരോ ആ ഒരു മുഖഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇവർക്ക് പിടികിട്ടി. കാര്യം അറിയാലോ ഇവർക്ക്. എന്തായാലും ഇനിയിപ്പൊ നമ്മുടെ ദേവയാനി കുറെ കഷ്ടപ്പെടുന്നു മനസ്സിലായി. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ നയനെ അതുപോലെ നവ്യൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസമായത് ജലജയ്ക്കും അതുപോലെ അഭിക്കും പിന്നെ നമ്മുടെ ജാനകിക്കൊക്കെയാണ്. അങ്ങനെ ജലജ പറഞ്ഞു, ഓ എന്റെ ദൈവമേ, എത്ര വർഷമായി, 1 വർഷം അങ്ങോട്ടാകാൻ പോവുക, സഹിക്കുന്നു. ഇനിയെങ്കിലും കുറച്ച് ദിവസത്തേന് സമാധാനം ഉണ്ടാവൂല്ലോ, സ്വസ്ഥത ഉണ്ടാവൂല്ലോ. ഓ ഈ ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നെന്ന് ഇങ്ങനെ ജലജ പറഞ്ഞപ്പോഴത്തേക്കും ജാനകിയും പറഞ്ഞു, ഞാനും അതെ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, ജാനകി നീ എന്തിനാ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നത്? ഞാനും ജലജയും കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് കാര്യമുണ്ടെന്ന് വെച്ചോ. കാരണം ഞങ്ങളുടെ മരുമകളാ. അല്ല, നിന്റെ മരുമകളെ നിനക്ക് ഇഷ്ടമാണല്ലോ. അതുമല്ല, ഇവര് നിനക്ക് എന്ത് ശല്യം ചെയ്തിട്ടാ ജാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, പിന്നെ അവൾമാർ ഇവിടെ നിന്ന് പോകുമ്പോഴേ എനിക്ക് നല്ല സന്തോഷം തന്നെയുള്ളത്. കാരണം ആ 2 എണ്ണങ്ങൾ ഉള്ളപ്പോഴാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നന്ദു എന്ന് പറയുന്ന ആ ശവം ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. എനിക്ക് തീരെ പിടിക്കില്ല അവളെ. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് കയറി വരില്ലല്ലോ. ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു. രണ്ടും ആ വഴിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ജലജയം പറഞ്ഞു, അത് ശരിയാ. അപ്പൊ മനസ്സിലാണെങ്കിൽ നമ്മുടെ ദേവയാനി പറയാണ്, എന്റെ ദൈവമേ, ഈ 2-3 ദിവസം ഞാൻ എങ്ങനെ തള്ളി നീക്കും എൻ്റെ ഈശ്വര, എനിക്കറിയില്ലല്ലോ. എൻ്റെ മോളില്ലാതെ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ ദേവയാനിക്ക് ചങ്കിടുപ്പ് തുടങ്ങി. വല്ലാത്തൊരു ചങ്കിടുപ്പ് തന്നെയാണ്. ഈ സമയമായിക്കോട്ടെ നമ്മുടെ കനകദുർഗ നയനയായിട്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നയനിക്കും ഒക്കെ സന്തോഷം തന്നെയാണ് ഉള്ളത്. എങ്കിലും നയനയ്ക്ക് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും സന്തോഷം തന്നെയാണ്. ഇവർ 3 പേരും ഒരുമിച്ചുള്ള ദിവസങ്ങളാണല്ലോ ഇനി അങ്ങോട്ടേക്ക്. അങ്ങനെ ഇതിനിടയിലായിട്ട് കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നയനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്ദുവിനോട്, നീ അനുവായിട്ടുള്ള കോണ്ടാക്ട് അവസാനിപ്പിക്കണം. നീ അനുവായിട്ട് ഇനിയും കൂട്ടുകൂടി ഇങ്ങനെ ഇണങ്ങി നടക്കരുത്. അത് അനാമികയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നീ ഒരു ഭാര്യ ആയാലും നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. നിന്റെ ഭർത്താവ് വേറൊരാളുടെ കൂടെ പോയി നിനക്ക് സഹിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യണം, അവൻ വിളിക്കുകയാണെങ്കിലും നീ ഒഴിവാക്കി അങ്ങ് വിടണം. പെണ്ണുങ്ങളാണ് നമ്മളും കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നന്ദു മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷേ ജാതകം മാറ്റിക്കുറിക്കാൻ ആർക്കും പറ്റില്ലല്ലോ, വിധിയെ മാറ്റി തിരുത്താനും ആർക്കും പറ്റില്ലല്ലോ. അപ്പൊ അതാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സമയത്താണെങ്കിൽ 1 ദിവസം കഴിയുന്നു, 2 ദിവസം കഴിയുന്നു. ദേവയാനിക്കാണ് ഉറക്കമില്ല, വിശപ്പില്ല, വല്ലാത്തൊരവസ്ഥ. ദേവയാനി അങ്ങനെ ആദർശനോട് ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി കേട്ടോ, മുള്ളും മൊനയും വെച്ച് സംസാരിക്കുന്നവരെ അവളെന്താ ഇതുവരെ വരാത്തത്? നീ എന്താ അവളെ അഴിച്ചു വിട്ടേക്കാണ്? അവൾ ഓഫീസിൽ വരുന്നുണ്ടോ? ഓഫീസിലെ കാര്യം ആര് നോക്കും? അങ്ങനെ ഇങ്ങനെയാ മറിച്ചതാ മറ്റതാ, ആനയ ചേനയ മാടയ കോടയ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആദർശം ചെറിയ സംശയങ്ങളൊക്കെ ഇവിടെ പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോ എന്നെക്കാളും ഇഷ്ടപ്പെട്ട് നിൽക്കുന്നത് അമ്മയാണല്ലോ അവളെ കൊണ്ടുവരാന്. ഞാനിവിടെ വെപ്രാളപ്പെട്ട് കിടക്കുവോ അതുപോലെ ഉറങ്ങാതിരിക്കുവോ ഒന്നും ചെയ്യുന്നില്ല. മുത്തശ്ശി വസന്തയോടൊക്കെയാണ് പറയുന്നത്, മുത്തശ്ശി. പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ നയനെ കാണാൻ ഇത് ഇരിക്കാത്ത ഒരവസ്ഥയാണ് എന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വസന്തയും പറയുന്നുണ്ട്, ഞാനും ഇത് ശ്രദ്ധിച്ചായിരുന്നു മോനെ, പലതവണ ഞാനിത് ശ്രദ്ധിച്ചായിരുന്നു. അവളോടൊരു പ്രത്യേക അടുപ്പമുണ്ട് ഇപ്പം ദേവയാനിക്ക്. പണ്ടത്തെ പോലെ ഒന്നും അല്ല. അവരിപ്പോ അടുത്തടുത്ത് അടയും ചക്കരയും ആകോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആണോ? അങ്ങനെയാകാൻ വഴിയില്ലെന്ന് ജയനും പറയാണ്. അപ്പൊ ജയൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെയാകാൻ വഴിയില്ല. കാരണം കരള് കൊടുത്തത് നയനെയാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടയും ചക്കരയും ആവില്ല, വീണ്ടും ഒന്നുകൂടെ ശത്രുത കൂടത്തേ ഉള്ളൂ എന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയുന്നതും. അല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അവള് പറ്റിച്ച് കരള് കൊടുത്തു എന്നല്ലേ പറയത്തുള്ളൂ. അത് ചിലപ്പം ദേവയാനിയുടെ സ്നേഹം പിടിച്ചു പറ്റാനാണ് എന്നൊക്കെ അവള് ചിന്തിക്കും. അതുപോലെ നമ്മളെയും അവഗണിക്കും, നമ്മളെയും കുറ്റപ്പെടുത്തും, ഇത്ര നാളും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വലിയ സ്ഫോടനം അല്ലെങ്കിൽ പൊട്ടിത്തെറി ഈ വീട്ടിലുണ്ടാകും. പക്ഷെ ഇതുവരെ അത് അവൾ അറിഞ്ഞിട്ടില്ല.
അറിഞ്ഞെങ്കിൽ അവൾ ഇങ്ങനെ അല്ലായിരുന്നു പെരുമാറേണ്ടത് എന്ന് ജയൻ പറയുന്നുണ്ട്. അപ്പം ജയൻ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറഞ്ഞു, അതെ അച്ഛൻ പറയുന്നത് ശരിയാണ്, അമ്മയുടെ സ്വഭാവം അനുസരിച്ച് ഇതൊന്നും അറിയാനും വഴിയില്ല. പിന്നെ എന്തിനാ അവൾ ഏത് നേരവും നയനെ കാണണം, നയനയുടെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത്? അത് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊക്കെ ഓർത്തിട്ടായിരിക്കും എന്നിങ്ങനെ ആദർശ് പറയുക. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറഞ്ഞു മടുത്ത് കേട്ടോ. അത് ലാസ്റ്റ് നമ്മുടെ ദേവയാനി എന്ത് ചെയ്യുന്നേ, ആദർശിനെയും കൂട്ടി എങ്ങോട്ടേക്ക് പോവുകയാണ്, നമ്മുടെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നന്ദാവനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കനകദുർഗ പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ കുട്ടീനെ ഞാനിപ്പോൾ തൽക്കാലം പറഞ്ഞയക്കുന്നില്ല ദേവയാനി ചേച്ചി. കാരണം എൻ്റെ കുട്ടിക്ക് അവിടെ സ്വസ്ഥതയും സമാധാനവും ഇല്ല. അപ്പം വന്ന് വിളിക്കുന്നതും ദേവയാനി അതുപോലെ തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവയാനി വിളിക്കുന്നത്, ഇവളവിടെ വരണം, ഇവളവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല, കാരണം ഇവക്ക് ഇവിടെ വന്ന് സുഖിക്കാനാണോ, ഇത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കനകദുർഗ എന്നാ പിന്നെ നമ്മുടെ മുമ്പിലാണല്ലോ കളി, എന്നാ പിന്നെ കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞാണ് വിടത്തില്ല എന്നും പറഞ്ഞ് തറപ്പിച്ച് പറയുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിക്കാണ് സങ്കടം സഹിക്കാനും പറ്റുന്നില്ല, ഇവരുടെ മുമ്പിൽ സത്യങ്ങളൊന്നും വിളിച്ചു പറയാനും പറ്റത്തില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും നമ്മുടെ ദേവയാനി ആ ഒരു അവസ്ഥ. ഏതായാലും ഇവര് കാണാതെ നമ്മുടെ നയനിയെ സ്നേഹിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നയനയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മുടെ നന്ദുവും അതുപോലെ തന്നെ നമ്മുടെ കനകയും ഒക്കെ മാറി നിന്ന് കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ ദേവയാനിയുടെയും നയനിയുടെയും മുഖം മൂടി ആദർശന്റെ അടുത്തും ഒക്കെ അഴിഞ്ഞു വീഴാനായിട്ട്. ആദർശും കനകയും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അറിയും കേട്ടോ. ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അറിയും. നമ്മുടെ ദേവയാനി സത്യങ്ങൾ അറിഞ്ഞു, നയനെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അപ്പം അതൊക്കെ ഉടനെ തന്നെ പുറകെ കാണൂ കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകിട്ട് പ്രമോവിശേഷമൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്നൊക്കെ. കാരണം ഞാൻ വീണ്ടും പറഞ്ഞ് എന്താ പറയാ ബാഡ്സ് കമന്റ് ഒന്നും മേടിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സ്ഥിരമായിട്ട് അങ്ങോട്ട് വൈകിട്ട് പ്രമോവിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച്, നല്ലൊരു എന്താ പറയാ നാളെ ഒരു നല്ല ദിവസത്തിന്റെ തുടക്കമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.